സ്നേഹിതരെ, നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഈ സുവിശേഷവുമായി കടന്നു വന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഗ്രഹാം സ്റ്റെയിൻ. അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളെയും അവർ സഞ്ചരിച്ച അവരുടെ വാഹനത്തിനകത്തിട്ട് ചില സഹോദരങ്ങൾ അതിനെ തീക്കിരയാക്കിയപ്പോ, അഗ്നിക്കിരയാക്കിയപ്പോ ഈ ഗ്രഹാം സ്റ്റെയിനിന്റെ സഹധർമ്മിണിയായിരുന്ന ഈ സഹോദരി സമൂഹത്തെ നോക്കി പറഞ്ഞ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഇതാണ്: എന്റെ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും നശിപ്പിച്ച അല്ലെങ്കിൽ നിഷ്കരണം വധിച്ചു കളഞ്ഞ ആ മനുഷ്യനോട് യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു എന്ന്. തീർന്നില്ല. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്ക എന്ന വലിയ രാജ്യത്തിൽ ഈ സത്യമാർഗത്തിനു വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊണ്ട് ചാർലി കിർക്ക് എന്ന് പറയുന്ന 31 വയസ്സ് പ്രായമുള്ള ഒരു അനുഗ്രഹീതനായ യൗവനക്കാരൻ, ആ യൗവനക്കാരനെ ഒരു അക്രമി തോക്കുകൊണ്ട് നിറയൊഴിച്ച് വധിച്ചു കളയുമ്പോ ആ ചാർലി കിർക്കിന്റെ ഭാര്യ, ആ സഹോദരി വളരെ മനോഹരമായി നടത്തിയ പ്രഭാഷണത്തിൽ വിതുമ്പലോടുകൂടി പറഞ്ഞതുണ്ട്: ഞാൻ എന്റെ ഭർത്താവിന്റെ ഘാതകനോട് യേശുവിന്റെ നാമത്തിൽ ക്ഷമിക്കുകയാണ്. പ്രിയ സ്നേഹിത, സുഖ സൗകര്യങ്ങൾ വെടിഞ്ഞ്, മനോഹരമായ ജീവിത സാഹചര്യങ്ങൾ വെടിഞ്ഞ് നമ്മുടെ ഭാരതത്തിൽ വന്ന് പാവപ്പെട്ടവന്റെയും അശരണരെയും, തീർന്നില്ല, കുഷ്ഠരോഗികളെ സമൂഹം വെറുത്തിരുന്ന അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ പേരിൽ ഈ കുഷ്ഠരോഗത്തെയും ആദിയായ ഈ പടർന്നു പിടിക്കുന്ന ആ രോഗത്താൽ ഭാരപ്പെടുന്നവരെ സമൂഹത്തിൽ തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞപ്പോ അവരെ ചേർത്ത് പിടിച്ച് കുഷ്ഠരോഗികളുടെ മുറിവ് കഴുകി അവർക്ക് ആഹാരം കൊടുത്ത് വസ്ത്രം കൊടുത്ത് അവനെ മനുഷ്യനാണെന്ന തിരിച്ചറിവിൽ വളർത്തി അവരെ പരിപാലിച്ച് ഗ്രഹാം സ്റ്റെയിനിനെ കൊന്നുകളഞ്ഞ മനുഷ്യനെ തന്റെ ഭാര്യയ്ക്ക് യേശുവിന്റെ നാമത്തിൽ ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ, പ്രിയ സ്നേഹിത, എന്താണെന്നറിയാമോ? ഈ സന്ദേശത്തിന്റെ കാതലതാണ്: നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഞാൻ എന്തിനായി 2 സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയത് എന്ന് ചോദിച്ചാൽ, ഇത് സഹനത്തിന്റെ മാർഗമാണ്, ഇത് സ്നേഹത്തിന്റെ മാർഗമാണ്, ഇത് സഹിഷ്ണുതയുടെ മാർഗമാണ്. തീർന്നില്ല, ഇത് സ്വഭാവ രൂപീകരണത്തിന്റെ മാർഗമാണ്. അപ്പൊ തന്നെ ചിന്തിക്കും, ലഹരി പദാർത്ഥങ്ങളും ഈ സുവിശേഷവും തമ്മിൽ എന്താണ് ബന്ധം? സുവിശേഷത്തിന് എന്താണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലും അതിന്റെ വ്യാപനത്തിലും തടയിടുവാൻ കഴിയുന്നത്? പ്രിയ സ്നേഹിത, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന് അതിന് വിരാമമിടണമെങ്കിൽ സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എന്താ കാരണമെന്നറിയാമോ? എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ലഹരിയിലേക്ക് പിന്നെയും പിന്നെയും കടന്നു ചെല്ലുന്നത്? താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? കൗൺസിലിംഗ് നടത്തിയവര്, ഡീഅഡിക്ഷൻ സെന്ററുകളിൽ പോയി ചികിത്സ നടത്തിയവര്, മറ്റേതര സംവിധാനങ്ങൾ ചെയ്ത പല പ്രിയപ്പെട്ടവരും പിന്നെയും പിന്നെയും ലഹരിയുടെ ഉപയോഗത്തിലേക്ക് പോകാൻ എന്താ കാരണം? പലരും ഞങ്ങളോട് പറയാറുണ്ട്, ഞങ്ങൾക്കിത് ഉപേക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കഴിയുന്നില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഞങ്ങൾക്കറിയാം.